ഇതിൽ മുട്ടയുണ്ടോ? അസ്സലാമു അലൈക്കും ചങ്ങന്മാരെ, ഫുഹുവിൻ്റെ പെരുന്നാൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് രാവിലെ തന്നെ ഏറ്റിട്ട് ബൈക്കുമ്പോൾ പറപ്പിക്കാട്ടോ. ഏരക്കാണ് പെരുന്നാൾ നമസ്കാരം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മൾ പാലത്തിങ്ങേക്കാണ് പോകുന്നത്. പാലത്തിങ്ങ പള്ളിയിലാണ് നമ്മൾ ഇന്നത്തെ ഈദ്ഗാഹുള്ളത്. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിട്ടോ. പള്ളിയിലെത്തി നേരെ പള്ളിയിൽ കയറാണ്. കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ പള്ളീൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിങ്ങലെ പള്ളിയാണ്, മുജാഹിദ് മസ്ജിദാണിത്. അപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈദ്ഗാഹ് ഇതിൻ്റെ അടുത്ത് തന്നെ മഴയെ പേടിച്ചിട്ട് പുറത്ത് ഈദ്ഗാഹ് വെച്ചാൽ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ നമ്മൾ ഈദ്ഗാഹ്. അങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ക്ലാസ് ഉണ്ടാവും കേട്ടോ. ആ ക്ലാസ് കുത്തുബ എന്ന് പറയും. അത് കേട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ MSMൻ്റെ ഒരു ചെറിയൊരു മുട്ടായി വിതരണം ഉണ്ട്. അപ്പോൾ അതിനെ അതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന് ഞങ്ങൾ പെട്ടിയിലും കവറിലും ഒക്കെ ആക്കിയിട്ട് ഞങ്ങളെ മുട്ടായി റെഡിയാക്കിയ മുട്ടായി എടുത്തിട്ട് ഞങ്ങൾ നേരെ പള്ളീൻ്റെ മുന്നിൽ കണ്ടിറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ചെറിയ കുട്ടികൾക്കും വലിയവർക്കായിട്ട് ഓരോന്ന് കൊടുക്കൽ തുടങ്ങി. കുട്ടികളൊക്കെ കഴിച്ചിട്ട് വരൽ തുടങ്ങിയിട്ട് അവസാനം നമ്മളെ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അത് സംഗതിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ MSMമാരെ തറവാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിട്ടു. എന്ന് വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞാൽ വലിയ പെരുന്നാളായാലും ചെറു പെരുന്നാളായാലും കഴിഞ്ഞാൽ ഒരു പായസം കുടിക്കും. അത് MM അക്ബർ എന്ന വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോണ വഴിക്കുള്ള പള്ളിയിലൊന്നും പെരുന്നാളിൻ്റെ നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കുത്തുപാടുന്നുകൊണ്ടിരിക്കുക. അതും ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ വണ്ടിയുമ്പോൾ അങ്ങനെ പോയി. ഞാനവിടെ ബൈക്കും എത്തിയപ്പോൾ ഒരു കൂട്ടർ കാറിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം മോലും നോക്കി ഞാനങ്ങനെ കുലായിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പായസത്തിൻ്റെ പാത്രം ഇങ്ങനെ വരുന്നത്. പായസത്തിൻ്റെ പാത്രത്തിന് ഒരു ഗ്ലാസ് എടുത്ത് എല്ലാവരും കുടിക്കൽ തുടങ്ങി. അത് നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള പായസമായിരുന്നു. പായസത്തിൻ്റെ മധുരം നിറഞ്ഞു. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവെച്ചിട്ട് നമ്മൾ ഈ പോക്ക് പോണത് പാലത്തിങ്ങ തന്നെ അവിടെ അടുത്തുള്ള ചീർപ്പുങ്കൽ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പോക്ക് പോണത്. അവിടെയുള്ള കാഴ്ച ഉണ്ട്, നല്ല പ്രകൃതി ഭംഗിയാണ് അവിടെ കാണാൻ. അവിടുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അറവുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബലിപെരുന്നാളിൽ പറഞ്ഞാൽ അന്നൊരു ആടിനെയോ പോത്തിനോ അറുത്തിട്ട് കഴിക്കലാണ്. അപ്പോൾ അറക്കണ വീഡിയോസൊന്നും ഞാൻ കാണിക്കില്ല. ഇത് കവറിലാക്കിയതിൻ്റെ ശേഷമുള്ളതാണ്. അപ്പം അതൊക്കെ അവിടുന്ന് ഒരു പൊതിയും കിട്ടി. നമ്മൾ നേരെ പെരയ്ക്ക് ചെന്നപ്പോൾ എന്താ പാത്രത്തിൽ അടിയായുള്ളൂ. പടച്ചമ്പുരാനെ, കുറേ ഉണ്ടാക്കിയ ബിരിയാണിയോടെ പോയി ആകെ കുറച്ചല്ലേ കാണുള്ളൂ. ഇത്രയൊക്കെ വീട്ടുകാർ തിന്നോന്ന് മണം പിടിച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ ആ പാത്രത്തിൽ ചൂടാക്കി വെച്ചിങ്ങനെ ആഹാ. ബിരിയാണി ഒരു പാത്രത്തിലാക്കിയതാ, ചമ്മന്തി തൈര് ബിരിയാണി പാത്രത്തിലാക്കി നമ്മൾ നേരെ ടേബിളിൽ വന്നിട്ട് നമ്മൾ പ്ലേറ്റിക്ക് വിളമ്പിട്ടോ. ഇറച്ചി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അവിടെ കുഴക്കാൻ നോക്കുമ്പോൾ ചൂടാണ് പഠിച്ചോനെ. എന്നാലും നമ്മൾ പിടിച്ച് കുഴച്ചു കേട്ടോ. ഒരു പിടി പിടിച്ചു. വല്ലാതെ മസാലയും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നോർമൽ രീതിയിൽ മസാല മിക്സായ ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. നമുക്ക് ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് തിന്നാലും മതിയാവില്ല എന്ന്. ഇതിൽ മറ്റേ സാധനം ഒന്നും ഉണ്ടാവില്ല, അജിനോമോട്ടോ അതൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് തിന്നാലും മതിയാവില്ല. 3-4 പ്ലേറ്റ് ഞാൻ ആ ഇരുത്തത്തിൽ തന്നെ കയറ്റി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഞാൻ തിന്നട്ടെ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായാലും നിങ്ങളെ പെരുന്നാളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പം ഫോണിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ടാറ്റാ.